കെ വി സഹരിദാസ് പറയുന്ന കണക്ക്, ആ കണക്കിൽ ആണ് നമ്മൾക്ക് ആശങ്കയുണ്ടാകുന്നത് എന്നതാണ് ബി ജെ പിയുടെ പക്ഷം. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ടുമായിട്ടായിരിക്കും ഭൂരിപക്ഷം തികയ്ക്കുക ബി ജെ പി. അങ്ങനെ വന്നാൽ ഇതൊരു ബി ജെ പി ഭൂരിപക്ഷ രാഷ്ട്രമായി തീരും. ആ ബി ജെ പിയുടെ കയ്യിൽ അമൃതകാലം വരാൻ പോകുന്നു. അത് നരേന്ദ്രമോദിയുടെ കയ്യിൽ വ്യക്തമാണ്. പറയുന്നത് പ്രവർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി. ക്ഷേത്രം നിർമ്മിച്ചു, 370 കാര്യത്തിൽ തീരുമാനമായി, പൗരത്വ നിയമ ഭേദഗതിയും കൊണ്ടുവന്നു. അങ്ങനെ ബി ജെ പിയുടെ അജണ്ടകളെല്ലാം ബി ജെ പി പാലിച്ചു. ഇനിയിപ്പോൾ മധുരയും കാശിയും ഉണ്ട്. അക്കാര്യത്തിൽ ASI കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചില സൂചനയുമാണ്. അപ്പോൾ എല്ലാം ഒരുക്കമാണ്. പക്ഷേ ബി ജെ പി പറയുന്നത് ഇത് നമ്മൾ പരത്തുന്നൊരു പരിഭ്രാന്തിയാണ്. ബി ജെ പിയുടെ വിജയം കണ്ട് റിപ്പബ്ലിക് അപകടത്തിലാവുന്നു എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പകർത്തുകയാണ് എന്നതാണ് ബി ജെ പിയുടെ പക്ഷം. പി ജയരാജൻ. ഇതിൽ ഡോക്ടർ അരുൺ, ഇവിടെ മോദി 2024 പ്രധാനമന്ത്രി പദത്തിലെത്തുമോ ഇല്ലയോ എന്നതല്ല മുഖ്യമായിട്ടുള്ള പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പ്രധാനമായിട്ട് ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കൻ ഭരണഘടന രൂപപ്പെടുന്ന അവസരത്തിൽ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയുടെ പ്രചാരകനായി പ്രവർത്തിച്ച മോദിയാണ് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കുന്നതിന് വേണ്ടി പടിപടിയായിട്ടുള്ള ശ്രമങ്ങളാണ് മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞല്ലോ, ഇന്ത്യ എന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കേണ്ട, ഭാരതം എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ഭരണഘടനയുടെ ആദ്യത്തെ വാക്കായിട്ടുള്ള വി, നാം എന്നതിനെപ്പോലും വിഭജിച്ചുകൊണ്ട് പരസ്പരം വിദ്വേഷ പ്രചരണത്തിനു വേണ്ടി ആസൂത്രിതമായി പ്രചരണം നടത്തുന്നു സംഘപരിവാർ. ഇവിടെ 2024 തെരഞ്ഞെടുപ്പിൽ മോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തുമോ എന്നതിനേക്കാൾ അപ്പുറം RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1925 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 14 വർഷങ്ങൾക്ക് മുമ്പേ രൂപമെടുത്ത 25 രൂപമെടുത്ത 22 വർഷങ്ങൾക്ക് മുമ്പ് രൂപമെടുത്ത ആ പ്രസ്ഥാനം കൃത്യമായിട്ടുള്ള ഒരു കാര്യപരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ സംഘടനാ രൂപീകരണത്തിൻ്റെ 100 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2025 ആകുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗങ്ങൾ, തുടർച്ചയായിട്ടുള്ള പ്രസംഗങ്ങൾ മാർക്സിസത്തെ നേരിടേണ്ട ഒരു പ്രത്യയശാസ്ത്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള ഒട്ടേറെ പ്രസംഗങ്ങളാണ് RSSൻ്റെ തലവൻ മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ മോദി അല്ലെങ്കിൽ വേറൊരാൾ ഈ രാജ്യത്ത് ഹരിദാസ് പറയുന്നത് പോലെയുള്ള ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നാൽ 1950 നിലവിൽ വന്ന ഭരണഘടനയുടെ സത്തയെ തന്നെ തകർക്കും എന്നാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രൂപപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. അതിൻ്റെ മൂല്യങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടതൊക്കെ അത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതിനെ അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇത് ലോകതലത്തിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ 1991 ശേഷം ലോകത്തിലൊട്ടാകെ ഈ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കപ്പെട്ടല്ലോ. അപ്പോൾ മൂലധന ശക്തികൾക്ക് ആധിപത്യമുള്ള നിലയിൽ സോഷ്യലിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ പലയിടത്തും വന്നു, സങ്കുചിതവാദ പ്രസ്ഥാനങ്ങൾ വന്നു. അത് വംശത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലുള്ള സങ്കുചിതവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അധികാരത്തിൽ വരുന്നത്. അതിന് മുമ്പേ ഉണ്ട് ആ വളർച്ച. 1991 പുത്തൻ സാമ്പത്തിക നയം ഈ രാജ്യത്ത് നടപ്പാക്കിയത് നരസിംഹറാവുവാണ്, കോൺഗ്രസ്സാണ്. അപ്പോൾ ആ 91 തന്നെ വേറൊരു പ്രാധാന്യം വന്നു. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ബാബരി മസ്ജിദ്, രാമജന്മഭൂമി വിഷയം, ആ വിഷയത്തിൻ്റെ മേലെ 91 ഒരു പ്രധാനപ്പെട്ട നടപടി സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പരസ്യമായിട്ടാണല്ലോ വെല്ലുവിളിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് കെട്ടിടം തകർത്തത്. അപ്പോൾ ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ സങ്കുചിതവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് രാജ്യത്ത് സംഘപരിവാരം ശക്തിപ്പെടുന്നത്. BJP കൂടുതൽ അധികാര സ്ഥാനങ്ങൾ നേടുന്നത്, കൂടുതൽ പാർലമെൻ്ററി സ്ഥാനങ്ങൾ നേടുന്നത്. 2014 മോദി
ഈ പറയുന്ന ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത്. പക്ഷേ കഴിഞ്ഞ മണ്ണാണ് ബീഹാർ. 2019 ബീഹാറിലാണ് ഇപ്പോൾ ഏറ്റവും BJP വലിയ രാഷ്ട്രീയ അട്ടിമറികൾ 9 തവണ സംഭവിച്ചത്. 6 തവണ കൂറുമാറിയിട്ടുണ്ട് അവിടെ നിതീഷ് കുമാർ. സോഷ്യലിസ്റ്റ് മണ്ണിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം പല രീതിയിൽ പയറ്റാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുമ്പോഴെല്ലാം സോഷ്യലിസ്റ്റ് ചേരിയിൽ പെട്ടവർ തന്നെയാണ് BJPക്ക് വളമൊരുക്കി കൊടുക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ ആശയത്തിന്റെ ഓരോ മൂല്യങ്ങളിലേക്കും 3 പേരും അവരുടെ ആശയങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഓരോ വിലയിരുത്തലിലൂടെ വന്നാൽ ഈ റിപ്പബ്ലിക്കൻ ആശയങ്ങളെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യം സമീപിക്കുന്നത് എന്ന വിലയിരുത്തലിലൂടെ വന്നാൽ നന്നായിരിക്കും. ഉദാഹരണത്തിന് ഒരു നേതാവ് തൻ്റെ ഭക്തന്മാരെയും ഭക്തജനങ്ങളെയും സൃഷ്ടിക്കുന്നത് റിപ്പബ്ലിക്കിന് ചേർന്നതല്ലെങ്കിൽ ആ വിമർശനം CPM കൂടി ബാധകമാണ്. നേതാക്കന്മാർ അണികളെ സൃഷ്ടിക്കുമ്പോൾ അണികൾ ജനാധിപത്യത്തിൽ നിന്ന് വിട്ടുമാറി ഭക്തജന സംഘങ്ങളായി മാറുമ്പോൾ അവരുടെ കണ്ണിൽ മറ്റുള്ളവർ സൂര്യനായി തീരുമ്പോൾ, നേതാവ് സൂര്യനായി തീരുമ്പോൾ അവിടെയും റിപ്പബ്ലിക് രാഷ്ട്രീയം അട്ടിമറിക്കപ്പെടും. അത് BJPയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലും ആ റിപ്പബ്ലിക്കൻ സ്വഭാവം ആ രീതിയിൽ നഷ്ടപ്പെടുന്നു എന്ന വിമർശനമുണ്ട് P. ജയരാജൻ. ഡോക്ടർ അരുൺ, ഞാൻ അതിലേക്കാണ്, ബീഹാറിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അരുൺ ഇടപെട്ടത്. ഇവിടെ നിങ്ങൾ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മോദി XY എന്നതല്ല പ്രശ്നം. ഈ രാജ്യത്തിലെ സംഘപരിവാറിന് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. അതിനുവേണ്ടിയുള്ള തുടർച്ചയായിട്ടുള്ള കാൽവെപ്പുകളാണ് സംഘപരിവാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ മോഹൻ ഭാഗവതിൻ്റെ പേര് പറഞ്ഞത്. മോദിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSൻ്റെ തലവൻ, സ്വാതന്ത്ര്യത്തിന് 22 വർഷങ്ങൾക്ക് മുമ്പേ രൂപീകരിച്ച ഒരു ശക്തി, ഇന്ത്യ റിപ്പബ്ലിക്കാവുന്ന അവസരത്തിൽ ആ റിപ്പബ്ലിക്കൻ ഭരണഘടനയുടെ തത്വങ്ങളെ അംഗീകരിക്കാതെ ഈ കൊടി ഇതല്ല വേണ്ടത്, ജനാധിപത്യത്തെ ഈ നിലക്കല്ല കാണേണ്ടത്, സെക്യുലറിസം എന്ന് പറയുന്നത് സ്യൂഡോ, അത് കപടമായിട്ടുള്ള ഒന്നാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയെ തന്നെ അംഗീകരിക്കാത്തൊരു ശക്തി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എന്നതാണ്. അതിൻ്റെ തലവനായിട്ട് മോദി വരുന്നു. ആ മോദിയെയും അതുപോലെ തന്നെ CPMൻ്റെ ഭരണത്തെയും താതാമ്യം പെടുത്തിക്കൊണ്ട് എല്ലാം തുലനപ്പെടുത്തിക്കൊണ്ടുള്ള അരുണിന്റെ അതിന്റെ വിലയിരുത്തൽ അങ്ങേയറ്റം അപകടം നിറഞ്ഞതാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും സംഘപരിവാറിന്റെ ആശയങ്ങൾ മാത്രം ഈ മണ്ണിനെ വളക്കൂറുള്ള മണ്ണാക്കി കണ്ടത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കൂടുതൽ വളക്കൂറുണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കായിരുന്നില്ലേ? അവിടെ ജവഹർലാൽ നെഹ്റു അടക്കം ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ പൊതു സ്വഭാവം തന്നെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവർ അവിടെ പ്രതിനിധീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ടായിരുന്നൊരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായത്. ലിബറൽ ഡെമോക്രാറ്റ് ആയിരുന്നു, സോഷ്യൽ ഡെമോക്രാറ്റ് ആയിരുന്നു നെഹ്റു. ഒപ്പം തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുത്വ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി കാലത്ത് നിന്നും ആ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് വളക്കൂറുള്ള 2024 സമൂഹം പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആ ആശയത്തിന്റെയും പ്രവർത്തനശേഷിയുടെ പരാജയം കൂടിയല്ലേ? അല്ല, ആ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അരുൺ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അരുൺ ഇടപെട്ടു. അതായത് യഥാർത്ഥത്തിൽ ഈ മോദി പ്രതിനിധാനം ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടം തിരിച്ചറിയുന്നതിന് പകരം അതിനെ പ്രതിരോധിച്ചുകൊണ്ടൊരു ബദൽ രാഷ്ട്രീയം ഉയർത്തുന്ന CPMനെയും സമീകരിച്ചതിനെതിരായിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്ത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, അതാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുമെന്ന് ആവടിയിൽ വെച്ച് പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട സോഷ്യലിസം അല്ലല്ലോ. 1976 ഭരണഘടനയിൽ ആ വാക്ക് കൂടി ആമുഖവാചകത്തിൽ ചേർത്തു, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് കൂടി ചേർത്തു. ആ സോഷ്യലിസം അല്ല സോഷ്യലിസം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടില്ലല്ലോ. അതേ നെഹ്റുവിൻ്റെ അനുയായിയായിട്ടുള്ള നരസിംഹറാവുവാണ് ഈ രാജ്യത്ത് സോഷ്യലിസത്തിൻ്റെ അടിത്തറ തന്നെ തോണ്ടുന്ന നിലക്ക് വന്നത്. കോൺഗ്രസ്സുകാർ ഒരു കാലത്ത് വിളിച്ച മുദ്രാവാക്യം എനിക്കൊക്കെ ഇപ്പോൾ മനസ്സിൽ ഓർമ്മയുണ്ട്, പടിപടിയായി ഇന്ത്യ രാജ്യത്തെ സോഷ്യലിസത്തിലേക്ക് നയിക്കുകയാണ്. അതിനുള്ള നടപടിയാണ് ഈ രാജ്യത്തിലെ പൊതുമേഖലകൾ. ആ പൊതുമേഖല നെഹ്റു കൊണ്ടുവന്നു. ആ പൊതുമേഖല ശക്തിപ്പെടുത്തി രാജ്യത്തിലെ മുതലാളിത്തത്തെ ഇല്ലായ്മ ചെയ്യും, സോഷ്യലിസത്തിലേക്ക് പോകും എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതെങ്കിൽ 91 ന്യൂ ഇക്കണോമിക് പോളിസി വന്നപ്പോൾ ആ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക്
എല്ലാ ഇവിടെ രാജ്യങ്ങളുടെയും അതിർത്തികൾ അത്തരമൊരു തുറന്നു കൊടുത്തു. പൊതുമേഖലാ ലൈസൻസ് രാജ്യങ്ങൾ സ്വകാര്യവൽക്കരണം അവസാനിച്ചു. ഞാൻ പറഞ്ഞു ലിബറലിസത്തിന്റെ വരട്ടെ, ഞാൻ പാതയിലേക്കും പറയട്ടെ അരുൺ. ആഗോളവൽക്കരണത്തിന്റെ പാതയിലേക്കുമൊക്കെ എത്തി. അത്തരമൊരു ഇതിനൊക്കെ ആ കാലഘട്ടത്തെ സ്വകാര്യവൽക്കരണം പരിചയത്തിന്റെ കഥയില്ല ശ്രീ പി ജയരാജൻ. ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരാം. ഇന്നിപ്പോ Debate with Arun Kumar.